തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ പോകുക. ഹേ ഡോഗ്, സ്റ്റോപ്പ് ബാർക്കിംഗ്. എന്താടാ നീ കിടന്ന് വെറുതെ കുരയ്ക്കുന്നത്? ഇനി ഞാൻ പറയുന്ന നീ കേക്ക്. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. അയ്യോ, അത് നോക്ക്, ആ ഡോഗി എന്റെ പുറകിൽ തന്നെയുണ്ട്. ഞാനാ പറയുന്നത്, അവനെ വിട്ടേക്ക്. നീ ആരാടാ? എന്നോട് ആജ്ഞാപിക്കുകയാണോ? നീ പറഞ്ഞെനിക്ക് മനസ്സിലായി. യവനെ എടുത്തിട്ട് അങ്ങ് ഓടിച്ചാലോ? ഡോഗി, വെറുതെ ദേഷ്യപ്പെടരുത്. ദേഷ്യം മനുഷ്യന് മാത്രമല്ല, ഡോഗിക്കും അത് അപകടം തന്നെയാണ്. ഇപ്പൊ കാണിച്ചു തരാടാ. ഡോഗി ആരുടെ ശത്രുവാന്ന് കാണിച്ചു തരാം. ദേഷ്യം മനുഷ്യന്റെ ശത്രുവാണ്. ഒരു എല്ല് കിട്ടി. യുവമാരെ കാര്യം വിട്ടേക്കാം. യുവമാരായിട്ട് ഞാനെന്തിനാ അവിടെ കൂടുന്നേ? ഞാനാ പ്ലാനിങ് മൊത്തം ചെയ്യുന്നേ. പക്ഷെ ക്രെഡിറ്റ് ഫുള്ളും ആ വീറ കൊണ്ടുപോകുന്നേ. പക്ഷെ ഈ പ്രാവശ്യം എന്റെ പ്ലാൻ എന്തായാലും വർക്കൗട്ട് ആവും. ഞാൻ പ്രിൻസിപ്പൽ സാറുടെ ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തേക്കാം. നിങ്ങള് പ്രിൻസിപ്പൽ സാറിനോട് പോയി പറയണം, ഏതോ ഒരു കള്ളൻ നിങ്ങളുടെ ഓഫീസിൽ എന്തോ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ടെന്ന്. നമ്മളുടെ വണ്ടി ആ കള്ളനുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നീ അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യൂല്ലേ? അപ്പൊ ശബ്ദം ഉണ്ടാക്കുമ്പോ ഞങ്ങൾ എല്ലാരും ഓടി വരണം അല്ലേ? അവസാനം ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് പറയും, കള്ളൻ ജാലകം വഴി എസ്കേപ്പ് ആയെന്ന്. എല്ലാരും ഓരോരുടെ ബാഗ്സ് എടുത്ത് വെച്ചോ. എന്റെ ഈ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആവും. വാ വാ, വേഗം വാ, കൂടുതൽ ടൈമൊന്നുമില്ല. സാർ സാർ സാർ, ഒരു കള്ളൻ എല്ലാവരുടെയും ബാഗ് അടിച്ചു മാറ്റിയിട്ട് സാറിന്റെ ഓഫീസിലും മോഷ്ടിക്കാൻ കയറിയിരിക്കുക. വണ്ടി അവനെ കണ്ടെത്തി കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. സാർ, ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാ? അയ്യോ, കള്ളൻ കള്ളൻ! അയ്യോ, എന്നെ വിട്. ശബ്ദം കേട്ടില്ലേ സാർ? വണ്ടി ഭയങ്കര ധൈര്യശാലിയാ. കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് കള്ളൻ തന്നെയാണ്. അയ്യോ അയ്യോ, ഹെൽപ്പ്! എന്താ പറ്റിയത് സാർ? വീർ, ഒരു കള്ളനകത്ത് കയറി കൂടിയിട്ടുണ്ട്. അവൻ വണ്ടിയെ പിടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ പിടിച്ച് ജനങ്ങളെല്ലാം സിറ്റി വിട്ട് ഓടി പോവുകയാണ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഭൂതകുരങ്ങനെ പിടിച്ചതല്ലേ? പിന്നെന്ത് പറ്റി? ശരിയായിരുന്നു. അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഭൂതമൊന്നുമല്ല, കള്ളന്മാരുടെ ഗ്യാങ് ആണ്. അവർ ഭൂതത്തിന്റെ വേഷത്തിൽ വന്ന് എല്ലാരും പേടിപ്പിക്കുകയാണ്. ഞാൻ അവനെ പിടികൂടും. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂ. ഞാൻ ഫുർസത്ഗഞ്ച് ബാങ്കിന്റെ മാനേജറാണ്. നിങ്ങൾ പറഞ്ഞത് കൊണ്ടൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് 20 കോടി രൂപ വിലയുള്ള സ്വർണ്ണം എന്റെ ലോക്കറിൽ വന്നിരിക്കുകയാണ്. നാളെ തന്നെ ഞാനത് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എന്റെ സെക്യൂരിറ്റി ഗാർഡ് പോലും പേടിച്ച് ജോലി വിട്ടു പോയിരിക്കുകയാണ്. ഭൂതത്തിനോട് ആർക്ക് ഏറ്റുമുട്ടാൻ പറ്റും? സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരല്പം സമയം തരൂ. അവരെവിടെയുണ്ടെങ്കിലും ഞാൻ അവരെ കണ്ടെത്തും. അത് തീർച്ചയാണ്. ഫുർസത്ഗഞ്ചിൽ 20 കോടി രൂപയുടെ സ്വർണമുണ്ട്. അത് നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളത്തെ കാര്യം ആർക്കും അറിയില്ല. ടുമോറോ നെവർ കംസ്. ഇന്ന് രാത്രി തന്നെ നമ്മളത് മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടെങ്കിൽ പോരും. എന്നിട്ട് ആരും അറിയാതെ മറ്റൊരു സിറ്റിയിലേക്ക് നമ്മൾ എസ്കേപ്പ് ആകും. മനസ്സിലായല്ലോ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് 20 കോടിയുടെ സ്വർണ്ണം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ഭൂതക്കുരങ്ങൻ ഉറപ്പായിട്ടും TV കണ്ടു കാണും. ഒരു പക്ഷെ അവരത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയാലോ? TV ഷോയിൽ വെച്ച് ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയാൻ പറഞ്ഞതെന്നറിയോ? കള്ളൻ അത് കാണണം. ഇന്ന് രാത്രി അത് അടിച്ചു മാറ്റാൻ അവൻ തീർച്ചയായിട്ടും എത്തും. സാറ് വേണമെങ്കിൽ നോക്കിക്കോ. ഇന്ന് ഞാൻ അവരെ എല്ലാവരെയും പിടികൂടും. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ബാങ്ക് തീർച്ചയായും മുകളിൽ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. ടുമോറോ നെവർ കംസ്. ബാങ്ക് മാനേജറിന്റെ ടുമോറോ നെവർ കംസ്. എന്താ ഒരു ശബ്ദം? എക്സ്റേ വിഷൻ ഓൺ. ഓ നോ! എന്തുപറ്റി? അവർ ആ ലോക്കർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞു. എന്റെ ജോലി പോയെന്നാ തോന്നുന്നത്.
ചക്കാൻ റോബോ ബോയ് നമ്മുടെ പുറകെ വരുന്നുണ്ട്. സ്പീഡിൽ പോട്ടെ. പവർ എന്താണെന്ന് മനസ്സിലായോ നിനക്ക്? ഐ എം എ ജീനിയസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. എന്നെ അഴിച്ചുവിട്. താങ്ക്സ് എമിലി. അതൊക്കെ ചെറിയ ചെറിയ ടോയ്സാ, പക്ഷെ ഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്തേക്കാം. അതിനിടയ്ക്ക് നീ ചെന്ന് എല്ലാ കുട്ടികളെയും ടീച്ചർമാരെയും രക്ഷിക്ക്. റോബോബോയ് സ്യൂട്ട് ഓൺ. മോളെ, ആ റോബോട്ട് ടോയ്സ് ഒക്കെ എവിടെ പോയി? സാർ, റോബോബോയ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കും. നമ്മളിനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സാർ. ഈ കാക്ക എന്തിനാ എന്നെ തന്നെ ചേസ് ചെയ്തോണ്ട് വരുന്നത്? ഞാൻ അതിന് എന്ത് ദ്രോഹ ചെയ്തത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരി, ഓക്കെ, ഫേസ് ടു ഫേസ് ഇനി ഫൈറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് വീർ? എന്റെ ഈ കൊച്ചു മിടുക്കന്മാരായ ടോയ്സ് നിന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞന്മാരായാലും വളരെ ശക്തിശാലികളാണ്. ബൈ കിഡ്സ്, എൻജോയ്. ബൈ ബൈ. ചെറുതായാലും ഭയങ്കരന്മാരാ ഇവര്. കലക്കി സൂപ്പർ ബോയ്, കലക്കി. അയ്യോ, അവന്റെ മാഗ്നറ്റിക് പവറിൽ നീ പെടാതെ നോക്കണം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പൂപ്പ? വേണ്ട മോളെ, ഇതൊരു അപകടം പിടിച്ച കളിയാ. ലേസർ ഉപയോഗിച്ച് അവൻ നിന്നെയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൂപ്പ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വീർ, ഐ എം
ജീനിയസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. നീ കണ്ടില്ലേ, നിനക്ക് ഈ ഗതി വരാൻ കാരണം ഞാനാണ്. വീർ, ഞാനിതാ വരുന്നു. ആ, ഇത് അപ്പൂപ്പ തന്നയച്ചതാ. ഇത് നിന്റെ തൊണ്ടയിലുള്ള പ്രശ്നം ശരിയാക്കും. താങ്ക് യു എമിലി. റോബോ ബോയ് സ്യൂട്ട് ഓൺ. അപ്പൊ വീർ തന്നെയാണല്ലേ റോബോ ബോയ്?